ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാം അല്ലേ. ഇത് തക്കാളിയാണ് കേട്ടോ, കുഞ്ഞി തക്കാളിയാണ്, സാലഡിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതേപോലെ ഇത് സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത്തിയാണ് കേട്ടോ. ചിലരുടെ വീടുകളിലൊക്കെ ഉണ്ടാവും തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ അത്തി കാണുന്നത്. നമ്മളവിടെ തന്നെ ഡ്രൈ ആയിട്ടുള്ളതല്ലേ നമ്മൾ മേടിക്കുക. ഇങ്ങനെ പച്ചക്കുള്ള അത്തി ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട് കേട്ടോ, അത്തിപ്പഴം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് തിന്നാൻ കേട്ടോ, നല്ല മധുരമൊക്കെ ആയിട്ട് തന്നെയാണ്, നല്ല സോഫ്റ്റായിട്ട്. പിന്നെ ഇത് ഉണക്കി കഴിക്കുന്നത് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റ്, അത്ര തന്നെയുള്ളൂ. നല്ല മധുരമുണ്ട് കേട്ടോ. ഇന്നലെ കഴിച്ച് നോക്കിയപ്പോൾ അത്ര മധുരം തോന്നിയില്ല, അന്ന് നല്ല മധുരമുണ്ട്. പക്ഷേ ആ ഉണങ്ങിയത് തിന്നാൻ്റെ ടേസ്റ്റില്ലാന്ന് മാത്രം. പിന്നെ ഇപ്പോൾ ഈത്തപ്പഴം ഉണ്ടാകാൻ തുടങ്ങിയേക്കാണ് ഇവിടെ കേട്ടോ, പച്ച ഈത്തപ്പഴം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ച ഈത്തപ്പഴം. അപ്പോൾ അതിന് കൊണ്ടുവന്നത് ഒരു ദിവസം കഴിയുമ്പോഴത്തേനും ഇത് പഴുത്തിട്ട് പിന്നെ ഈ ഒരു ടൈപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് പോവില്ല കേട്ടോ, പിന്നെ ആരും മേടിക്കില്ല. കാരണം ഇതൊരു ഇത്ര ഭാഗം പഴുപ്പും ബാക്കിയുള്ള ഭാഗം പച്ചയാണെങ്കിലാണ് ആളുകൾ മേടിക്കുള്ളൂ. ഇതിപ്പോൾ പഴുപ്പ് അധികമായതാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായിട്ടോ. അപ്പോൾ ഞാനത് വല്ല അളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവന്ന് പോകണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ അവിടെ കവർ ചെയ്ത് വെച്ചേക്കാം. ഫ്രഷ്ക്ക് പിന്നെ കാലത്ത് തന്നെ പോവും. പുലർച്ചെ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ആൾ പോകും കേട്ടോ. അപ്പോൾ അതാ ഞാനും ഷാനും ചായ കുടിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടികൾ എണീറ്റിട്ടില്ല കേട്ടോ, അവർ കുറച്ച് കഴിഞ്ഞിട്ടേ എണീക്കുള്ളൂ. അപ്പോൾ ഫുഡ് അപ്പമാണ് കേട്ടോ, അപ്പം ബീഫ് കറിയാണ്. ഇന്നലത്തെയാണ് കേട്ടോ രണ്ടും. രാത്രി ആകുമ്പോൾ ഞങ്ങളങ്ങനെ ചോറ് കഴിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പത്തിരിയോ അപ്പോ നൂൽപ്പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള അപ്പം ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ മട്ടനൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഇതാ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കുക്കറിലിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് മട്ടൻ ദം ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പി കൂടി ഇതിൻ്റെ ലാസ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മട്ടണ്. അപ്പോൾ ഇത് 2 കിലോൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. 2 കിലോൻ്റെ അടുത്തല്ല, 2 കിലോ ഉണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് എന്താണ് പറയുക, മീറ്റായിട്ട് ഇങ്ങനെ മേടിച്ചതല്ല, നമ്മളിത് ആട് മേടിച്ചിട്ട് അറുത്ത് ഒരു വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ മുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് മട്ടൺ മസാല. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത്. ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അത്യാവശ്യം നന്നായി വേവണം മട്ടൻ കേട്ടോ, അപ്പോഴാണ് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് എങ്ങനെയാണെങ്കിലും അതുപോലെ വെക്കാം. ഞാനിപ്പോൾ ഒരു 8-9 വിസിലോളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മട്ടൺ വെന്തിറക്കിയതിന് ശേഷം അതാണ് ഇപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് സ്പൈസസ്, എന്താ പറയുക, പട്ട, ഏലക്ക, കരയാമ്പൂ, അങ്ങനെയുള്ള കുറച്ച് സ്പൈസസും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു അത്യാവശ്യം വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട്. 4 സവാള പറഞ്ഞാൽ വലിയതല്ല കേട്ടോ, ഒരു ഇടത്തരം ഇത്തിരി ചെറിയ സവാള തന്നെയായിരുന്നു. അതൊരു 4 എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ചപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടാകുന്ന അരിയാണ്, ബസുമതി അരി. 4 ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം തോനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഉപ്പും പിന്നെ കുറച്ച് കരയാമ്പൂ, ഏലക്ക, പട്ട, അങ്ങനെയുള്ള കുറച്ച് സ്പൈസസ്, അല്ലാണ്ട് എണ്ണ അല്ലെങ്കിൽ നെയ്യോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ചൊരു ചെറിയ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 തക്കാളിയും പിന്നെ പച്ചമുളക്, 2 തക്കാളിയും പിന്നെ ഒരു 4-5 പച്ചമുളകാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് കേട്ടോ. മസാല കുറവ് മതി എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളിയൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മസാല കൂടുതലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉള്ളിയൊക്കെ എടുത്താൽ മതി. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയിലേക്ക് ഇട്ടതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 3/4 to 1 സ്പൂണ് മട്ടൺ മസാലയും 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു വലിയ ടീസ്പൂണ്
തൈരാണ് കേട്ടോ, പുളിയില്ലാത്ത തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ നേരത്തെ, കാരണം മട്ടൺ കുറച്ച് വേവ് കുറവുണ്ട്. അപ്പോൾ അതിൽ കിടന്ന് ഒന്നും കൂടെ വേവും ചെയ്യും. നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതാണ് കേട്ടോ, ഒരു 10 അണ്ടിപ്പരിപ്പ് അരച്ചതാണ്, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പറഞ്ഞ അത്യാവശ്യം നല്ല വെയിലും മുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഞാനത് വെട്ടാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ടേക്കാണ്. ഈ സമയം കൊണ്ട് നമ്മൾ ചോറ് ഇവിടെ ഒരു 3/4 വേവാക്കിയിട്ട് നമ്മളൊരു അരിപ്പക്കൊട്ടയ്ക്ക് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഇതും ഇടാം. ഇതൊന്നും മട്ടൺ മാറ്റണമെന്നില്ല കേട്ടോ, എല്ലാ മട്ടനും ഇട്ടിട്ട് തന്നെയാണ് അതിൻ്റെ മേലെ മൊത്തമായിട്ട് ചോറിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അധികം മസാല വേണ്ടാത്തവർക്ക് മേലെ നിന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഒരു പകുതി ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും താഴെ മസാലയും മേലെ ചോറുമായിട്ടാണ് ഇടാറുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ സ്റ്റെപ്പായിട്ട് ഇടാറില്ല. കാരണം അവിടെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഓവർ മസാല ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ മേലെ നിന്ന് അവർക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൈസ് ഇട്ട ശേഷം കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഗരം മസാലയും അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ബാക്കിയുള്ള ചോറും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സെയിം സ്റ്റെപ്പ് തന്നെ വീണ്ടും ഉള്ളിയും അതുപോലെ തന്നെ മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രങ്ങളൊക്കെ ഇവരിവിടെ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ. പാത്രത്തിൻ്റെ കോലം കണ്ടിട്ടൊന്നും വിചാരിക്കരുത്, ഇവരിവിടെ ആണുങ്ങൾ ഉപയോഗിച്ചല്ലേ, അപ്പോൾ അതിന് മാത്രം വൃത്തിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് തന്നെ ഞാൻ കുറേ തേച്ചരച്ച് ഈ പരുവത്തിലാക്കി എടുത്തതാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു യെല്ലോ കളർ കിട്ടാനാണ്. ഞാൻ സ്വല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അലുമിനിയം ഫോയിലിട്ട് കവർ ചെയ്യാം. 20-25 മിനിറ്റോളം ഇതിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇവിടെ വെക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ് നമ്മൾ കുറഞ്ഞ തീയിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലെ വെള്ളമൊക്കെ നന്നായിട്ടുണ്ട് വറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഫുഡ് എടുത്ത് കഴിക്കുന്നത്. ദമ്മിടുന്നതിനാണ് കേട്ടോ സത്യത്തിൽ ടേസ്റ്റ്. എത്ര നേരം നമ്മളിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു മണം ഇതൊക്കെ നമ്മുടെ മേലത്തെ ചോറിലേക്ക് ഇങ്ങനെ വരും, നമ്മുടെ മട്ടൻ്റെ സ്മെല്ലും ഇതൊക്കെ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. റഷ്കൻ പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മാങ്ങ കഴിക്കുക കേട്ടോ. ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും മധുരം കഴിക്കണം അവിടെ എല്ലാവർക്കും. നല്ല മധുരമുള്ള മാങ്ങയാണ്, പാകിസ്ഥാൻ്റെ മാങ്ങയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് ഇപ്പോൾ. അപ്പോൾ അതാ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീറ്റ്. ഇവിടെ ചായ ആർക്കും ഇഷ്ടമല്ല കേട്ടോ, അത് കാരണം ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ് ചെയ്യല്. പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുണ്ടോ കാണിച്ചു കൊടുത്തേ. അപ്പോൾ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് ജ്യൂസ് അടിച്ചു. കണ്ടിട്ടുണ്ടെങ്കിൽ കറുത്തിട്ടില്ലേ. മണ്ണ തന്നെ മുതലാണോ? അതൊക്കെ ഒരു കഷ്ണം ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നോക്കിയിട്ടുള്ളതിൻ്റെ പീസാണ്. നമ്മളോട് ഒരിക്കൽ കുഞ്ഞിപ്പോൾ കൊണ്ടുണ്ടായിരുന്നു. വേറെന്താ മാതിരി വന്നു, കുരുവൊന്നും കണ്ടിരുന്നില്ല. ഉപ്പാക്കൊണ്ട് ചേർത്താ ഇന്നിപ്പോൾ ബിരിയാണി ആയത് കാരണം ഞാൻ 2 നേരത്തിനും കൂടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ രാത്രി പിന്നെ ഇനി വേറെ ഒന്നും ഉണ്ടാക്കാൻ വയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നോക്കുമ്പോൾ മട്ടണ് കുറച്ചുള്ളൂ ഇതിനകത്ത് പീസ്. അപ്പോൾ നമുക്ക് ചിക്കൻ വാങ്ങിയിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണ്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ സവാള ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിങ്ങനെ കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം.
പിന്നെ കുറച്ച് മല്ലിയില. ഇത് മാത്രമാണ് വേണ്ടുള്ളൂ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളല്ലേ അത് മൊത്തമായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്ത് കോരിയെടുക്കണം കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്ത് കോരുന്നത് പോലെ. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അത് നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1-1.5 സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ളത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അതിന് ഓവർ പുളിയൊന്നും വേണ്ട. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം ലെവലിൽ പുളിയുള്ള തൈരാണ്. അതൊരു വലിയ ടേബിൾ സ്പൂൺ ഇടുക. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞ് വെച്ചില്ലേ, അതൊന്ന് കുറച്ചെടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയില്ലേ അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി പകുതി നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. പിന്നെ ഞാനൊരു നുള്ള് കളർ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കളർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളത് ആഡ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെക്കണം. 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരിട്ടിട്ട് നമുക്കിതാ ഈ ഒരു ചിക്കന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് എണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നല്ല, ഇതുപോലെ കുറച്ച് എണ്ണയിലിട്ടിട്ട് അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വേവിക്കണം കേട്ടോ. ഒരു പൊടിക്ക് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ആ ഒരു പാത്രം മാത്രം ഒന്ന് ചുഴറ്റി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ആ പടിക്ക് പിടിക്കൊന്നുമില്ല. ഒന്ന് തിളക്കോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിക്കനത്തെ വെള്ളം അതിലേക്ക് ഇറങ്ങി വന്നോളൂ. അപ്പോൾ അതൊരു അരമണിക്കൂറൊന്നും എടുത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടി. പിന്നെ അതാ നമുക്ക് വെന്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഉള്ളി, അതുപോലെ തന്നെ മല്ലിയില, പിന്നെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കും കൂടെ ഞാനൊന്നിങ്ങനെ നീളനെ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തോന്നല്ലോ കേട്ടോ. പിന്നെ അതിൽ നിന്ന് എടുത്ത് കഴിക്കാനും ഒരു ടേസ്റ്റ് ആണല്ലോ. പിന്നെ അതാ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് അതിൽ വറ്റിയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ തീ കുറച്ച് വെച്ചിട്ടൊന്നുമില്ല, ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ചെറിയൊരു ഗ്രേവിയൊക്കെ ആയിട്ടാണ്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറായിക്കോട്ടെ അല്ലെങ്കിൽ പൊറോട്ട ആയിക്കോട്ടെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് റഷ്ക്ക് കടയ്ക്ക് പോകുമ്പോൾ റഷ്ക്കാടെ കൂടെ വന്നിട്ട് ഇവിടെ ഒരു പാർക്കിൽ ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. റിയമോളും റനമോളും കളിക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ആളുടെ കുട്ടീനെ അവിടെ കൊടുന്ന് നിർത്തിയേക്കാണ് കേട്ടോ, അവരെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിനെ പിടിക്കട്ടെ, അതാ വീഴല്ലേ.